ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വലോക സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ലോകം ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 90-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്ന ഒരാശയം, എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബകളിലൂടെ നാം ഈ ആയത്ത് കേൾക്കുന്നവരാണ്. ലോകത്തുള്ള എല്ലാ നന്മകളും ഒത്തൊരുമിച്ച് കൂടിയ ഒരായത്ത്. ലോകത്തുള്ള മുഴുവൻ ആളുകളോടും അല്ലാഹു തആല എന്താണ് കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ. തീർച്ചയായും അല്ലാഹു തആല യഅ്മുറു, അല്ലാഹു കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതി കൊണ്ട്. നീതിയാണ് അല്ലാഹു ഈ ലോകത്ത് കൽപ്പിക്കുന്നത്. ഓരോ വ്യക്തിയും അവനെ സൃഷ്ടിച്ച അല്ലാഹുവിനോട് നീതി പാലിക്കണം. മറ്റു പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളോട്, മനുഷ്യരോട്, അവൻ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാനങ്ങളോട്, ഭൂമിയിൽ അല്ലാഹു പദവികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ആ പദവിയോട്, ഇതിനോടെല്ലാം ഒരു മനുഷ്യൻ നീതിയോടുകൂടെ വർത്തിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വൽ ഇഹ്സാൻ, അതേപോലെ നന്മ കൊണ്ട്, ഗുണം കൊണ്ടും അല്ലാഹു തആല കൽപ്പിക്കുന്നു. വഇതാഇ ദിൽ ഖുർബ, അടുത്ത കുടുംബങ്ങൾക്ക് ദാനം ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിക്കുന്നു. കുടുംബങ്ങൾക്ക് മാത്രം എന്നിവിടെ പ്രത്യേകം പറയാൻ കാരണം, ഏതൊരു ജീവനുള്ള വസ്തുവിനും ദാനം ചെയ്താൽ, ഭക്ഷണം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നൊരുപാട് വചനങ്ങളിൽ കാണാം. ഇവിടെ കുടുംബത്തെ പ്രത്യേകം പറയാൻ കാരണം, ചിലർ എല്ലാവർക്കും നൽകും, കുടുംബങ്ങൾക്ക് നൽകൂല. കുടുംബങ്ങൾക്ക് നൽകാതെ ബാക്കിയുള്ളവരെയൊക്കെ പരിഗണിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോരാ, കുടുംബത്തിൽപ്പെട്ടതായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും പരിഗണിക്കണം എന്ന് അല്ലാഹു പറയുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അക്രമങ്ങൾ, വെറുക്കപ്പെട്ടതായ കാര്യങ്ങൾ, വഷളൻ പ്രവർത്തനങ്ങൾ, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നതിനെ തൊട്ട് അല്ലാഹു തആല വിരോധിക്കുകയും തടയുകയും ചെയ്യുന്നു. യഇലുകും ലഅല്ലകും തദക്കറൂൻ, അല്ലാഹു നിങ്ങളെ ഈ രീതിയിൽ ഉപദേശിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. ഓരോ വിഷയവും വിശാലമായി നമുക്ക് ചർച്ച ചെയ്യേണ്ട പോയിന്റുകളാണ് ഈ ആയത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളുമെങ്കിലും ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തെ മാത്രം ഇന്ന് സ്വല്പനേരം നമുക്കൊന്ന് വിശദീകരിക്കാം. നീതി കൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നു. ഓരോ മനുഷ്യരും അവരവരുടെ മേഖലകളിൽ, അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട മേഖലകളിൽ നീതിമാന്മാരാവണം. അത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്, ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി,
അവരോട് ആ ഭരണത്തിന്റെ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ ഒരാൾക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടത് എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് നബി തങ്ങൾ അത് ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അൽ ഇമാമു റാഇൻ, ഒരു ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരി, അമീർ, അവൻ ഒരു ഭരണാധികാരിയാണ്. വ മസ്ഊലുൻ അൻ റഇയതിഹി, അതിനെക്കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ ഫി അഹ്ലിഹി, ഒരു ഗൃഹനാഥൻ, ഒരു പുരുഷൻ, അവനോട് അവന്റെ കുടുംബത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വ മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ, ഒരു സ്ത്രീയോട് ആ ഭർത്താവിന്റെ വീടിനെ കുറിച്ച്, അവളുടെ വീടിനെ കുറിച്ച് ഭാര്യയോട് ചോദിക്കാൻ ചെയ്യപ്പെടും. അപ്പൊ ആദ്യം എല്ലാവരും ഭരണാധികാരികളാണ് എന്ന് പൊതുവായി പറഞ്ഞിട്ട് അതിന്റെ പരിധിയിൽ ആരെല്ലാം വരും എന്നാണ് ഹദീസിലൂടെ നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന രാജാവ് വരും, അവിടുന്ന് ഇങ്ങോട്ട് കീഴ്പോട്ട് ഏതെല്ലാം അധികാരത്തിന്റെ സ്ഥാനങ്ങൾ ഇരിക്കുന്നവരുണ്ടോ അവരൊക്കെ ഇതിൽ വരും. ഒന്നുമില്ലേ, ഒരു ഗൃഹനാഥൻ മാത്രമാണോ നീ എങ്കിൽ നിന്നോടും ചോദ്യം ചെയ്യപ്പെടും. നിനക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, നിന്റെ കുടുംബത്തോട് നീതി പാലിച്ചോ എന്നുള്ളത്. വീട്ടിലിരിക്കുന്ന ജോലിക്കൊന്നും പോവാത്ത ഒരു ഭാര്യയാണ്, ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിന്നോടും ചോദ്യം ചെയ്യപ്പെടും. കാരണം നീയും ഒരു ഭരണാധികാരിയാണ് ആ വീടിന്റെ എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആയത്തും ഹദീസും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഏതൊരു വ്യക്തിയും അവർ ഉൾക്കൊള്ളുന്ന ആ പ്രവർത്തന മണ്ഡലങ്ങളിൽ നീതി പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഈ നീതി ഒരാൾ പാലിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു തആല നിങ്ങളോട് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആലയോട് നീതി പാലിക്കണം, അല്ലാഹു തആല പറഞ്ഞത് നാം അനുസരിക്കണം. അത് റബ്ബിനോടുള്ള നീതിയാണെങ്കിൽ, ഒരു കുടുംബത്തിന്റെ നീതി, അതിൽ എല്ലാവരോടും തുല്യമായിട്ടുള്ള നീതി പാലിക്കണം, അവരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും വീട്ടലാണെങ്കിൽ, തന്റെ അയൽവാസികളോട് അവരെ ദ്രോഹിക്കാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും ഇങ്ങോട്ട് ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് പോലും ജീവിക്കണം. അത് നിന്നോടുള്ള ഒരു ഒരു ബാധ്യതയാണെങ്കിൽ, കുടുംബങ്ങളോട്, അയൽക്കാരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, എന്തിനധികം ഒരു റോഡിലൂടെ നീ നടന്നു പോകുമ്പോൾ അതിലെ വരുന്ന വഴിയാത്രക്കാരോട്, എല്ലാവരോടും നിനക്ക് കടപ്പാടും ബാധ്യതയുമുണ്ട്, നീതിയുണ്ട്. ഈ നീതി നീ പാലിച്ചോളണം. എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇത് പാലിച്ചില്ല എങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഹദീസ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഅഖബ് ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഇയ്യ, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഏതെങ്കിലും അധികാരമേൽപ്പിച്ചു, ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിച്ചു, എന്നിട്ടോ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഇയതി, അവൻ ഏറ്റെടുത്ത ആ അധികാരത്തിൽ അവൻ നീതി പാലിക്കാതെ വഞ്ചന നടത്തി, അങ്ങനെ അവൻ മരണപ്പെട്ടു പോയി. എന്തധികാരം എന്നല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. കുടുംബത്തിന്റെ അധികാരമാവാം, ഒരു ജമാഅത്തിന്റെ അധികാരമാവാം, ഒരു പഞ്ചായത്തിന്റെ അധികാരമാവാം, ഒരു ജില്ലയുടേതാവാം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെതാവാം, ഒരു രാജ്യത്തിൻ്റെതാവാം, ഏതുമാവാം. വലുതെന്നിങ്ങോട്ട് ചെറുത് എല്ലാം നമുക്ക് മേധാവിത്വം നൽകപ്പെടുന്ന ഏതൊരു സ്ഥാനവും അങ്ങനെ വെച്ചാൽ മതി. അത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ട് അവരോട് നാം നന്മ ചെയ്യുന്നതിന് പകരം അവരെ ആ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവിടെയുള്ള സ്റ്റാഫുകൾ ആ കമ്പനിയെ വഞ്ചിക്കാൻ പാടില്ല. വണ്ടി സഹിതം ഒരു ഡ്രൈവറെ ഒരു മുതലാളി ഏൽപ്പിച്ചു, നല്ലവണ്ണം നോക്കണമെന്ന് പറഞ്ഞ് അതിൽ അവൻ വഞ്ചന നടത്താൻ പാടില്ല. ഇനി ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല, ഏതൊന്നിൻ്റെയും
അധികാരം നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മളെ അതിന് അധികാരപ്പെടുത്തിയ ആൾ ഉപയോഗിച്ച് അതിൽ വഞ്ചന നടത്തിയ ഒരു മനുഷ്യൻ, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവൻ മരണപ്പെടുമ്പോൾ സ്വർഗം അവന് ഹറാമാണ്, അതിൽ അവൻ കടക്കുകയില്ല. എന്താ ഇതിന്റെ ആശയം? നീതിയാണ്. ജീവൻ പോയാലും എന്ത് തന്നെ സംഭവിച്ചാലും മുസ്ലിമായ ഒരു മനുഷ്യൻ നീതിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിന്റെ ഒക്കെ താല്പര്യം. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ഇനി ഒരാൾക്ക് അല്ലാഹു തആല അധികാരം നൽകി, മാ മിൻ അമീരിൻ യലി ഉമൂറൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടേതായ കാര്യം അല്ലാഹു തആല ഒരാളെ ഏൽപ്പിച്ചു, എന്നിട്ട് ആ കാര്യം മുറ പോലെ ഒരാൾ നിർവഹിച്ചു, അവർക്ക് ഗുണകാംക്ഷയോടുകൂടി അതിനു വേണ്ടി അവൻ പരിശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്താൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അവൻ സ്വർഗത്തിൽ കടക്കും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരേ കാര്യം തന്നെ, ഏൽപ്പിക്കപ്പെട്ട കാര്യം നല്ല രീതിയിൽ ഒരാൾ ചെയ്താൽ അതുകൊണ്ട് അവന് സ്വർഗത്തിൽ കടക്കാമെന്നും, അതിൽ വഞ്ചന നടത്തിയാൽ അതുകൊണ്ട് അവൻ നരകത്തിൽ കടക്കും എന്നുമാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭരണാധികാരം നമുക്ക് നൽകിയതായ സ്ഥാനമാനങ്ങൾ, ഈ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് നമുക്ക്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് രാജ്യത്തിന്റെ അധിപനല്ലേ. പലപ്പോഴും നമുക്ക് പറഞ്ഞു കേട്ട ഒരുപാട് സംഭവങ്ങൾ കാണാമല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. രാത്രിയിൽ പലപ്പോഴും ഉറങ്ങാൻ കഴിയാറില്ല മഹാനവറുകൾക്ക്. എന്താ കാരണം? എന്നെ അല്ലാഹു തആല വിശാലമായ ഒരു രാജ്യത്തിന്റെ അധിപനാക്കി നിയമിച്ചിരിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് നീതി പ്രവർത്തിക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടിയുടെ കാൽ എവിടെയെങ്കിലും തുളഞ്ഞു കയറി അതിൽ വിഷമിക്കുന്നവരുണ്ടോ? അല്ലാഹു തആല അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുമോ എന്ന് പോലും ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചിരുന്നു. നാം ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ എനിക്ക് അധികാരം നൽകിയ ഈ നാട്ടിൽ, ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റ് റോന്ത് ചുറ്റുമായിരുന്നു. ഈ നടക്കുന്ന സമയത്തിൽ പലരെയും കണ്ട് അവർക്ക് സേവനം ചെയ്തതായ സംഭവങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഞാൻ ഏറ്റെടുത്ത ആ ദൗത്യത്തിൽ നീതി പാലിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലേ എന്ന ആശങ്ക. മരണപ്പെട്ടു പോയാൽ ഇതിനെക്കുറിച്ച് അല്ലാഹു തആല എന്നോട് ചോദിക്കുമോ എന്ന ആ ഒരു ഭയം, അല്ലാഹുവിനെ കുറിച്ചുള്ളതായ ഒരു പേടി, നീതിയോടുള്ള പ്രതിബദ്ധത, സത്യത്തോടുള്ള ഉത്തമമായിട്ടുള്ള ബോധം, ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്. എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും ഇത് കൊണ്ടുവരണം. ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതിയാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയോടും ഏതൊരു പ്രസ്ഥാനത്തോടും. ഈ നീതി ഒരാൾ കൽപ്പിക്കുന്നില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരും. വ്യക്തിപരമായിട്ട് വരും, സമൂഹത്തിൽ വരും. അധികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നീതിയുക്തം അത് പ്രവർത്തിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇത്ര ഊന്നി ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഈ ആയത്ത് പറഞ്ഞു, ധാരാളം ഹദീസുകൾ കാണാം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടു നടന്നില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ. ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പോ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ നമ്മുടെ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ താറടിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ആ ഒരു കാര്യം, വഖഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്.